ഹജ്ജിന്റെയും ഉംറയുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്, റുക്കിനിൽപ്പെട്ടതാണ് സഫ മറുവക്കിടയിലുള്ള നടത്തം അല്ലെങ്കിൽ ഓട്ടം. സഫ ഒരു മലയുടെ പേരാണ്, മറുവ വേറൊരു മലയുടെ പേരുമാണ്. ഇന്ന സഫ വൽ മറുവത്ത് മിൻ ഷാഇരില്ല. അള്ളാഹു പറയുന്നത് സഫയും മറുവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അവിടെ ഹജ്ജ് ഉംറ ചെയ്യുന്ന ആളുകൾ അവിടെ തവാഫ് അല്ലെങ്കിൽ സഅയ് ചെയ്യണമെന്നാണ് ഖുർആൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. സഫയിൽ നിന്ന് തുടങ്ങി മറുവയിൽ എത്തുമ്പോൾ ഒരു തവണയും, മറുവയിൽ നിന്ന് മടങ്ങി സഫയിലേക്ക് എത്തുമ്പോൾ 2 തവണയും, അങ്ങനെ സഫയിൽ തുടങ്ങി 7ാമത്തെ തവണ അവസാനിക്കുമ്പോൾ അത് മറുവയിലെത്തും. അങ്ങനെയാണ് തവാഫിന്റെ സഅയിന്റെ ഒരു രൂപം. ഇതില് പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുണ്ട്. സഫയിൽ കയറുമ്പോൾ അറിയുമെങ്കിൽ ഇന്ന സഫാ വൽ മറുവത്ത് മിൻ ഷാഇരില്ല എന്ന് ചെല്ലാം, ചെല്ലിയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഖിബിലയിലേക്ക് തിരിഞ്ഞ് കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ. ഇത് 3 പ്രാവശ്യം ആവർത്തിക്കണം. സഫയിൽ ഖിബിലയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം, മറുവയിലും അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ സഫയിൽ നിന്ന് മറുവയിലേക്ക് പോവുക, പച്ച ലൈറ്റ് ഇട്ട് കാണിച്ച സമയത്ത് കുറച്ച് വേഗത്തിൽ നടക്കുക. ഹാജർ ഓടിയ സ്ഥലമാണ്. ഇതിനിടക്ക് പ്രത്യേക പ്രാർത്ഥനകളുണ്ടോ? പ്രത്യേക പ്രാർത്ഥനകളൊന്നും റസൂൽ പഠിപ്പിച്ചില്ല. എന്നാൽ ചില സഹാബികൾ റബ്ബി ഗഫിർ വർഹം എന്നിങ്ങനെ ചൊല്ലിയതായിട്ട് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമുക്കത് ചെല്ലാം. അതല്ലാത്ത പ്രാർത്ഥനകൾ നമുക്ക് സ്വന്തമായിട്ട് ചെല്ലാം, ദിക്റുകൾ ചെല്ലാം, സ്വലാത്ത് ചെല്ലാം, ഖുർആൻ പാരായണം ചെയ്യാം. ഇതൊക്കെ നമുക്ക് അനുവാദമുണ്ട്. ഈ പറഞ്ഞതല്ലാത്ത ഈ സ്വതന്ത്രമായിട്ട് നമുക്ക് ചെയ്യാമെന്നല്ല, സുന്നത്ത് എന്ന നിലയ്ക്ക് റസൂലുള്ളാഹി നിന്ന് ആ വിഷയത്തിലൊന്നും വന്നിട്ടില്ല. ഈ സഫ മറുവ എന്നുള്ളത് ചിഹ്നങ്ങളായതുകൊണ്ട് ആദരപൂർവ്വം വളരെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിക്കേണ്ട ഒരു കർമ്മമാണത്. അത് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി, വിധേയത്തുകൾ കലരാത്ത വിധത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. പടച്ചവനെ അനുഗ്രഹിക്കുമാറാവട്ടെ.